Hi friends, Assalamu alaikum. Welcome back to Tasty and Traditional. വൈകുന്നേരങ്ങളിൽ ചായക്കൊപ്പം കറുമുറാന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു ക്രിസ്പി ആയ ഒരു അരിനുറുക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ പത്തിരിക്കും പുട്ടിനും ഉപയോഗിക്കുന്ന അരിപ്പൊടി വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയ ഒരു നുറുക്ക് റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അതിനു മുന്നായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മുറുക്ക് തയ്യാറാക്കാനായിട്ട് ഉഴുന്ന് വറുത്ത് പൊടിച്ചെടുക്കാം. അതിനായിട്ട് 2 ടീസ്പൂൺ ഉഴുന്ന് കഴുകിയെടുത്ത് ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത് അത് നന്നായി വറുത്തതിന് ശേഷം പൊടിച്ചെടുക്കാം. സാധാരണ പത്തിരിയും പുട്ടുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അരിപ്പൊടിയിൽ നിന്ന് 1 കപ്പ് അരിപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ വറുത്ത് പൊടിച്ച ഉഴുന്നപ്പരിപ്പിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. മുറുക്കിന് മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും എരിവിനായിട്ട് 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ നല്ല ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് 1/4 ടീസ്പൂൺ വെളുത്ത എള്ളും കുറച്ച് കരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. കരിഞ്ജീരകം ചേർക്കുമ്പോൾ നമ്മൾ മുറുക്കിന് പ്രത്യേക ടേസ്റ്റും മണവും കിട്ടുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കായപ്പൊടിയും ആവശ്യത്തിനൊപ്പം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പൊടികളെല്ലാം കുഴക്കാനായിട്ട് ചെറിയ ചൂടുള്ള വെള്ളമാണ് വേണ്ടത്. ഇതിൽ നിന്ന് കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചെറുതായൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ മൈദപ്പൊടിയും 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. ഓയിലിന് പകരം ബട്ടർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചെറിയ ചൂടുവെള്ളം കുറേശ്ശെ ഒഴിച്ച് കൊടുത്ത് കൈകൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കാം. മുറുക്കിലേക്കുള്ള മാവ് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നൂലപ്പം ഉണ്ടാക്കുന്ന അച്ചെടുത്ത് അതിൻ്റെ ഉള്ളിലായിട്ട് ഓയിൽ നന്നായിട്ട് തടവി കൊടുക്കാം. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലത്തെ സ്റ്റാറിൻ്റെ അച്ചാണ്. ഇത് നമുക്ക് നൂലപ്പത്തിൻ്റെ അച്ചിൻ്റെ ഉള്ളിലായി വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച മാവ് ഇതിൻ്റെ ഉള്ളിലായിട്ട് നിറച്ച് കൊടുക്കാം. അടുത്തായിട്ട് നമുക്ക് മുറുക്ക് പൊരിച്ചെടുക്കാനായിട്ട് ഒരു ചട്ടിയിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായതിനു ശേഷം നമുക്ക് ഇതുപോലെ തിരിച്ചു കൊടുത്ത് മുറുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ മുറുക്ക് ചെറുതായിട്ട് ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിനെ തിരിച്ചും മറിച്ചിട്ട് മുരിച്ചെടുക്കാം. ഞാനിവിടെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് വറുത്തെടുക്കുന്നത്. നമുക്ക് കടയിൽ കിട്ടുന്ന അതേ ഷേപ്പിൽ മുറുക്കുണ്ടാക്കാനായിട്ട് അച്ച് ഇതുപോലെ പതുക്കെ റൗണ്ടായിട്ട് ചുറ്റിച്ച് കൊടുക്കേണ്ടതാണ്. ഞാനിവിടെ എല്ലാതും ഒരേ ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. നമ്മൾ മുറുക്കല നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. 4 മണിക്ക് ചായക്കൊപ്പം നല്ല കറുമുറാന്ന് കടിച്ച് തിന്നാനായിട്ട് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു സ്നാക്ക് റെസിപ്പിയാണിത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് റെസിപ്പിയുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.